UEFA യൂറോ ഞാൻ കളിക്കാൻ പോവാണ്. പക്ഷെ അപ്പോൾ UEFA നമുക്ക് കളിക്കുമ്പോൾ അറിയായിരിക്കും ഞാനിപ്പോൾ ടൂർണമെൻ്റാണ് എടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഇതുണ്ടോ ഇത്ര ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. ഈ ബെൽജിയാമിനൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ കണ്ടോ UEFA യൂറോ 20 ടൂർണമെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ടുണ്ട് ഇൻഡീസ്. അപ്പോൾ നമുക്കിപ്പോൾ കളിക്കണമെന്ന് പറയുമ്പോൾ പോർച്ചുഗലും കാസച്ചിയ എന്ന് പറഞ്ഞൊരു ടീമായിട്ടാണ്. നമുക്കത് നമുക്ക് ആദ്യം ടീം സെലക്ട് ചെയ്യാം. ഞാൻ ആദ്യം എടുത്തത് ടീം വേറെയാണ്. ഇപ്പം ഞാൻ ടീം കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലിടുക. ഈ സമയം നമ്മൾ വേണ്ട ഗ്രൂപ്പ് സ്റ്റേജ്, അതായത് നമുക്കറിയാമല്ലോ അതായത് ക്വാർട്ടർ ഫൈനലായിട്ട് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് 4 ടീമിനെ കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല 3-4 ടീമിനെ നമ്മൾ അടുപ്പിച്ച്, അതായത് തോപ്പിച്ചിട്ടായിരുന്നല്ലോ അടുത്ത ഇതിലോട്ട് പോകുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ക്വാർട്ടർ ഫൈനൽ. അപ്പോൾ എൻ്റെ നമ്മുടെ ഗെയിം ഇവിടെ ത്രോ വോയിസ് എന്നറിയാം. എനിക്ക് ഈ ഫേസ് ക്യാമും കൂടെ വെച്ച് കളിക്കുന്നുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. നിലവിൽ പ്രൊഫഷണൽ ഇപ്പോൾ എൻ്റെ ഫേസ് ക്യാം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ? ഞാൻ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ വേണമെങ്കിൽ ഫേസ് ക്യാം ഇവിടെ നിന്ന് മാറ്റാം. പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മുടെ പോർച്ചുഗലിൻ്റെ മെയിൻ ഗോൾ കീപ്പറാണ് ഡിയാഗോ കോസ്റ്റ. പിന്നെ ഉണ്ട് ഈ ഗെയിമിൽ ഓട്ടോ എന്ന് പറഞ്ഞത് നമ്മൾ കൺട്രോൾ ഉണ്ടല്ലോ, കൺട്രോൾ നമ്മൾ നിൽക്കാതെ ഈ റണ്ണിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഓട്ടോ എന്ന് പറഞ്ഞൊരു മോഡ് കയറി വരും. ആ മോഡാണ് നിങ്ങളിപ്പോൾ കണ്ടോണം. ഇവിടെ ഇപ്പോൾ ഒരു ഓട്ടോ എഴുതി വരുന്നുണ്ടോ? അത് ഈ മോഡിൻ്റെ ഒക്കെ, അതായത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. സീരിയസ്ലി ഈ ഗെയിം അതൊന്ന് മാറ്റിയാൽ കൊള്ളാമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. പിന്നെ ഈ ഗെയിം നിങ്ങൾക്കെല്ലാവർക്കും FC24 അല്ലേ, അതിൻ്റെ FC മൊബൈലാണ് ഇത്. പിന്നെ നമ്മുടെ പെസ് കളിക്കണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് പെസ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പെസ് കളിക്കുന്നതായിരിക്കും ഗേസ്. ഹാഫ് ടൈം ഗേസ്. അപ്പോൾ നമ്മുടെ ടീമിലെ പ്ലേയേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കാരണം ഫുട്ബോൾ പ്ലേയേഴ്സിനെ വീണ്ടും
റിപ്ലൈ ആക്കാം. ഇപ്പം നിങ്ങൾക്ക് പ്ലേയേഴ്സിൻ്റെ ഒരു വ്യൂ കാണുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നതാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ആൻഡ് ഇപ്പം കണ്ടോ ഈ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു മാർക്ക് കണ്ടോ മഞ്ഞയായില്ലേ? അതെന്ന് പറയുമ്പോൾ ഓട്ടോ കൺട്രോൾ ചെയ്യുന്നത് ഈ ഗെയിമിലുള്ള ഒരു മോഡാണ് ഓട്ടോ മൊബൈൽസിനെ കൺട്രോൾ കമൻറ്റ് ചെയ്യുക. ഞാൻ റൊണാൾഡോ ഫാനാണ്. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, അപ്പോൾ ആ സ്കില്ല് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഫ്രണ്ടിൽ ഡി ബ്രൂണെ അല്ല 3 കിഡിലൻ ഡിഫൻഡേഴ്സാണ് നിൽക്കുന്നത്. അതായത് ആ സമയത്ത് നമ്മൾ ചെയ്താൽ അത് വലിക്കത്തില്ല. കാരണം നിങ്ങൾക്കറിയാലോ അന്ന് നെയ്മർ ജൂനിയർ അർജൻറ്റീനയായിട്ട് കളിച്ച കളിയിൽ ഇതുപോലെ ചെയ്ത് ലാസ്റ്റ് തോറ്റത്. ജയിച്ചു 3-0 നമ്മൾ ജഡ്ജിയെ തോപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് ആ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് കിട്ടുന്നില്ല, നിങ്ങൾ ക്ഷമിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്. എനിക്കറിയാം കുറേ കുഴപ്പങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്ന്. നിങ്ങൾ ക്ഷമിക്കുക. അടുത്ത വീഡിയോ നമുക്ക് ഇങ്ങനെയൊന്നുമല്ലേ സെറ്റായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ കിട്ടുന്നത്. സോറി. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കാണെങ്കിൽ നമ്മുടെ ഈ ഒരു പുതിയൊരു ഗെയിം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ചിക്കൻ എന്ന് പറഞ്ഞൊരു ക്ലൗഡ് ഗെയിം ആപ്പുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ അതിനകത്ത് GTA ഒക്കെ കളിക്കുന്ന വീഡിയോസ് വേണമെങ്കിൽ ഇടാം. പക്ഷേ എന്താണ് നിങ്ങൾക്ക് കാരണം ഇഷ്ടപ്പെടില്ലേ? കാരണം GTA എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഭയങ്കര ലാഗായിരിക്കും. ഭയങ്കര എൻ്റെ വീട്ടിൽ വൈഫൈ ഉണ്ട്, പക്ഷെ അതിന് എന്നാലും നല്ല ഇതായിട്ടുള്ള ഫോണും വൈഫൈയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വേണം. ഇല്ലെങ്കിൽ അത് ലാഗില്ല, കളിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിന് കോയിൻസ് വേണം കേട്ടോ. നമ്മൾ പൈസ അടയ്ക്കണ്ട, അല്ലാതെ ഫ്രീ. അതെന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ആഡ്സ് ഉണ്ടല്ലോ. ആഡ്സ് നമ്മൾ കാണുമ്പോൾ നമുക്ക് 5-10 കോയിൻസ് ഒക്കെ കിട്ടും. ഓരോ മിനിറ്റിൽ 3 കോയിൻസ് വെച്ചായിരിക്കും അവർ എടുക്കുന്നത്. സോ നമുക്ക് കളിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുമ്പോൾ 3 മിനിറ്റാണ്. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേണമെങ്കിൽ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞാൽ മതി വേണമെങ്കിൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് വരാം, കളിയിലോട്ട് കിടക്കാം. ഞാൻ ശ്രദ്ധ നോക്കി ഹെഡ് ചെയ്ത് അപ്പുറത്തെ ടീമിൽ ഈ ഓട്ടോ എന്ന് പറയുമ്പോൾ മോഡ് ഓട്ടോമാറ്റിക്കലി ആവുമല്ലോ. നമ്മൾ അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ബോൾ എടുത്തിട്ട് നമ്മളങ്ങ് മാറ്റിയാൽ മതിയല്ലോ. എനിക്ക് അത്യാവശ്യം ഇതായിട്ട് തോന്നിയൊരു മോഡാണ്. പക്ഷേ മാക്സിമം അതിടാനാണ് കളിക്കാൻ നോക്കുന്നത്. കാരണം ചെറിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റൊണാൾഡോ ആട്ടോ ബോൾ കൊണ്ട് പോകുന്നത്.
കോട്ടയമേ. പിന്നെ ഇതിനകത്ത് ചെറിയൊരു ഇതുണ്ട്, അത് ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും. ഗോളിൻ്റെ ഭംഗിയുണ്ടോ, കിഡിലെ റെയിൻബോ എടുത്തിട്ട് സെറ്റ്. പക്ഷേ ഞാനവിടെ ഉണ്ടാക്കി എന്തിനാണ് നമുക്കിപ്പോഴും വരാം. ബാക്ക്ഗ്രൗണ്ട് മാറാൻ എന്നോട് പറഞ്ഞാൽ മതി, കാരണം നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കാൻ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞാൽ മതി ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ. ഇത് ഗോൾ കീപ്പർ ഉണ്ട്, കല്ല് പോലെ അവിടെ ബോൾ വരുമ്പോൾ രണ്ടെണ്ണം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ബോൾ കുട്ടീൻ്റെ ഷൂട്ടായിരുന്നു, ബട്ട് കളി കഴിഞ്ഞു. നിങ്ങൾ മണ്ടയ്ക്കൊക്കെ കാണാൻ പറ്റിയ 90 മിനിറ്റ്. അപ്പോൾ ഇന്ന് ആ ഒരു ചെറിയ വീടാണ് എടുത്തത്. നാളെ നിങ്ങൾ പറഞ്ഞാൽ മതി, അതായത് ഓരോ ദിവസം, അതായത് ഒരു മാച്ച് കളിക്കുന്നതായിട്ട് വേണോ അതോ 3-4 മാച്ച് കളിക്കുന്നതായിട്ട് വേണോ നിങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷേ നമുക്ക് ലെങ്ത് കൂടും വീഡിയോയ്ക്ക്. ഞാനൊരു 2 മാച്ച് കളിക്കുന്നതായിട്ടാണ് ഗൈസ്